നമ്മൾ ആദ്യം തന്നെ രാവിലെ 8 മണിക്ക് പൊന്മുടി കല്ലാർ ചെക്ക് പോസ്റ്റിലെത്തി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന്റെ വില വരുന്നത് ഒരാൾക്ക് 1000 രൂപ വെച്ച് 5 പേര് കൂടെ 5000 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെന്ന് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കും. നല്ല കാട്ടിൽ കൂടാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാരുടെ സഹായം നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഗൈഡും വരുന്നതായിരിക്കും. ഈ കാണുന്ന ഒരു എലിഫന്റ് ട്രെഞ്ച് ആണ്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ കാട്ടിലേക്ക് കയറി തുടങ്ങാൻ. ഇത് ആനയും മറ്റ് വന്യമൃഗങ്ങളും പെട്ടെന്ന് നാട്ടിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് കയറി. കാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാടാണ്. ആനയും കാട്ടുപോത്തും പാമ്പും എല്ലാം ഉണ്ടോ നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പതുക്കെ മുന്നോട്ട് നീങ്ങി. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ മരങ്ങൾ നിറഞ്ഞ കാട്ടിൽ നിന്ന് കുറച്ചും കൂടെ കുറ്റിച്ചെടിയുള്ള സ്ഥലത്തെത്തും. അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് കയറേണ്ട സ്ഥലം ദോ അവിടാണ്. നമ്മള് കയറി ഇവിടെ വരെ എത്തി. അയ്യോ ചവിട്ടി. സാധു മനുഷ്യൻ. ഓക്കെ, നമ്മൾ ഒറ്റ കയ്യിൽ തൂങ്ങിക്കാനുള്ള മത്സരമാണ്. ശ്യാം വേഴ്സസ് അർജുൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. അർജുനേട്ടൻ പൊട്ടി. ആദ്യത്തെ അട്ട കിട്ടിയിരിക്കണം. അതും നെഞ്ചത്ത് കടിച്ചു. ഇതാണ് നെഞ്ചത്ത് കുത്തി നിൽപ്പു. അട്ട കണ്ടോ? അങ്ങോട്ട് തെളി വെയിലത്തോട്ട്. അപ്പം ഇനി നമ്മൾ ഷോല എത്താറായി. ഇവിടുന്നൊരു 1/2 കിലോമീറ്റർ ഷോലക്കകത്തൂടെയുള്ള ട്രക്കായിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ വരുന്ന വഴി കണ്ടല്ലോ, ആനയുണ്ട്. ആനയുടെ പിണ്ടം കിടന്നത് അത് ഇന്ന് രാവിലെയോ ഇല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ ഇറങ്ങിയതായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ ആനയോ പോത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സൈലൻ്റ് ആയിരിക്കുക. പിന്നെ അട്ട ഉണ്ടാവും. അപ്പം സാനിറ്റൈസർ കരുതുക. പിന്നെ ഉപ്പ് നിങ്ങളെടുത്തല്ലോ, ഉപ്പ് വെള്ളം നനച്ച് കാലുകളിൽ പുരട്ടുക. അപ്പം കുറച്ച് അട്ടയുടെ കടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യാം. കാരണം ഇനി അവിടെ നിന്ന് ഷോല തുടങ്ങും. കർച്ചീഫ് വെച്ച് എന്ത് ചെയ്യാനാ? കർച്ചീഫ് അത് ആവശ്യമുള്ളതാണോ നിങ്ങൾക്ക്? അല്ല. അപ്പം അതിനകത്ത് ഉപ്പാക്കുക. എന്നിട്ട് ചെറിയ കിഴി പോലെ കെട്ടുക. ഓക്കെ. ഒപ്പി അങ്ങ് തേച്ച് അങ്ങ് വിട്ടാൽ മതി. റബ്ബ് ചെയ്തങ്ങ് വിട്ടാൽ മതി. അയ്യോ, എൻ്റെ ഉപ്പ് എന്ത്? അയ്യോ, ഞാൻ ഉപ്പ് അവിടെ കളഞ്ഞിട്ട് വന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന ചോല എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് നല്ല നനവുള്ള പ്രദേശമായിരിക്കും. അപ്പോൾ അട്ടകളൊക്കെ ഇഷ്ടം പോലെ കാണും. അട്ടയുടെ ആക്രമണം കുറച്ചെങ്കിലും കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഗൈഡ് പറഞ്ഞ പോലെ കാലിലൊക്കെ ഉപ്പ് തേച്ചു. അങ്ങനെ ഉപ്പൊക്കെ തേച്ച് ചോലയിലോട്ട് കയറിയതും അപ്പം തന്നെ അട്ടയൊക്കെ കൊണ്ടു തുടങ്ങി. കടിച്ചില്ല. അല്ല, ഐ തിങ്ക് വി ഷുഡ് നോട്ട് ഹോൾഡ് ഹിയർ. ബാഡ് ഡിസിഷൻ. വെള്ളം ഫില്ല് ചെയ്യണേ മാത്രമേ നിൽക്കുക, ഇല്ലേ നമുക്ക് പോവാം. വെള്ളം എടുക്കുന്നവരെടുക്കുക. കാരണം മേളിൽ ചെന്നാൽ വെള്ളം ഉണ്ടാവില്ല. വെള്ളം വേണ്ട. അല്ല, വെള്ളം വേണ്ടെന്ന് പറയരുത്. മുകളിൽ വെയിലാണ്, നമുക്ക് പിന്നെ വെള്ളം കിട്ടത്തോലുമില്ല. ഇതൊന്നും എടുത്ത് കളഞ്ഞേ. എവിടെ കടിക്കുമ്പോ എടുക്കാടി. കടിച്ചത്. ഓ ഫക്ക് അമ്മേ. അത് കയറി മട്ട കയറിക്കൊണ്ടിരിക്കും. വെള്ളം ഫില്ല് ചെയ്യുന്നില്ലേ? വെള്ളം വേണ്ട. ഇതാ കുപ്പിയാ. വെള്ളമുണ്ട് പോവാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ മാത്രമേ വെള്ളം കിട്ടൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വെള്ളം നിറച്ചിട്ട് വേണം പോകാനായിട്ട്. വെള്ളം ഉള്ളിടത്താണല്ലോ അട്ടയ്ക്ക് കൂടുതൽ ഇഷ്ടം. നനവ് വേണോ ജീവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം അട്ടയാണ്. പക്ഷെ നമുക്ക് വരെ നിവർത്തിയില്ല. നമുക്ക് ഇവിടുന്ന് വെള്ളം നിറച്ചിട്ടേ പോകാൻ പറ്റൂ. നമുക്ക് ഇനി കുറേ കയറാനുണ്ട് മേളിലോട്ട്. നട്ടുച്ച വെയിലത്ത് കുറേ വലിഞ്ഞു പിടിച്ച് കയറാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ക്ഷീണിക്കും. വെള്ളം അത്യാവശ്യമാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നടന്നു തുടങ്ങി. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അട്ട എടുത്ത് കളയാൻ പോലും പറ്റൂല. അപ്പോഴത്തേക്ക് 10 എക്സ്ട്രാ കയറും. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഈ കാട് നമുക്ക് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യണം. ഫൈനലി ഒരു 1/2 കിലോമീറ്റർ നീളുന്ന ഒരു ചോളക്കാട് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെത്തി. ഈ ഷർട്ടിന്റെ എവിടെയൊക്കെ നോക്കാട്ടോ. നമ്മൾ ആ സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞുള്ള അട്ടയെല്ലാം എടുത്ത് കളഞ്ഞു. ഇനി മല കയറാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ഇഷ്ടം പോലെ കയറാനുണ്ട്. കയറി ദോ ആ കാണുന്ന മലയുടെ ഏറ്റവും മേടി വരെ എത്തണം. ഇല്ല, അത് കുട്ടേട്ടാ വിളിക്കാം. കുട്ടേട്ടാ മതിയില്ലേ? കയറുന്ന വഴി ആദ്യത്തെ സ്ട്രെച്ച് മൊത്തം മറ്റേ വലിയ പുല്ലാണ്. കയ്യിലൊരഞ്ഞ മുറിയുന്ന സാധനം. പക്ഷെ കുഴപ്പമില്ല, സൂക്ഷിച്ച് കയറിയാൽ മതി. ഇതൊക്കെ പറഞ്ഞാലും അങ്ങ് മേളി വരെ എത്തണ്ടേ ഈ നട്ടുച്ചയ്ക്ക്. അത് കാണുമ്പോഴാ. പക്ഷെ കയറി തുടങ്ങി കുറച്ച് ദൂരം ആയപ്പോൾ തന്നെ നല്ല വ്യൂ കണ്ടു തുടങ്ങി. അഗസ്ത്യ റോഡ് 1800 മീറ്റർ. ഇത് 1100. കുറച്ച് കയറി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കയറി തുടങ്ങി. ഇത് കുത്തിക്കഴപ്പാണ്. പക്ഷെ ഞാനും ഇങ്ങനെ വലിഞ്ഞേറിയാണ് എന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഞാൻ പോട്ടെ. കേറ്. ഇവിടെ നിന്നാ എനിക്ക് കേറാൻ പറ്റില്ല.
അതുവഴി പോണ്ട, ഇതുവഴി വാ വാ. കളിയാക്കിയൊന്നുമില്ല, ഇതുവഴി വന്നോ. ഇതെങ്ങനെ കളിയാക്കുന്നതിന്റെ ഒന്നും അല്ല, ഇതാണ് രസം. ഇറങ്ങണം, ചരിഞ്ഞിറങ്ങണം. ഇത് കണ്ടോ തിരിച്ചിറങ്ങുന്ന ഇറക്കം കണ്ടോ? ഇതൊക്കെയാണ് ഇറക്കം. 30 വർഷം കഴിഞ്ഞ് വരാം. അതിന് അവസാനത്തെ കയറ്റം. ചേട്ടൻ പിന്നാലെ 50 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വയസ്സ്. അമ്മേ. അപ്പോൾ ഇതോടെ നമ്മുടെ പുൽമേട് തീർന്നേ. ഇനി പാറയായിരിക്കും കേട്ടോ. ഇനി ആ ടാസ്ക്. എനിക്ക് എന്നെ നോക്കാൻ തന്നെ വയ്യ. ഫസ്റ്റത്തെ വഴി ഇതായിരുന്നു. ഓ, ഇതിൽ കൂടെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ടാസ്ക് ആയിരുന്നു. ഒരു ടൈമിൽ ഒരു ചേച്ചിയെ കൊണ്ട് കയറ്റിയപ്പോൾ ചേച്ചി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്നെ പുഷ് ചെയ്ത്. ഞാൻ വെച്ച് ഞാൻ വീണെന്ന്. വീണില്ലേ? വീണില്ല, പിടിച്ചു നിന്നു അങ്ങനെയൊക്കെ. അതെന്തോ കൃഷിയല്ലേ? കൃഷിയോ? അത് പച്ച നെറ്റ്. അത് ആ കൃഷിയുടെ ഉണ്ടല്ലേ. അത് വേണം കാണിച്ചു കൊടുത്ത ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ. അതെ, ഞാൻ ഓക്കെ. ഷൂ കാണിക്കൂ. ആ, ഞാൻ ക്യാമറ നോക്കുന്നേ. മറ്റേത് ആ സൂപ്പർ. ക്യാമറ നോക്കാൻ പറയും. ഇപ്പൊ ഫോൺ തിരിച്ച് ക്യാമറയിലോട്ട് നോക്കും. പിടിച്ച പിടിച്ച. ഞാൻ അതെ. അല്ല, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ക്യാമറ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കേ ഫോണ് തിരിച്ച് ക്യാമറ നോക്കാൻ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പ്രോ വീഡിയോഗ്രാഫർ ആൻഡ് എന്ത് പൊക്കവാലേ. ഞാൻ പറഞ്ഞില്ല നെറ്റിയിൽ വരും എന്നൊക്കെ. പാപ്പനെ നോക്കണേ. ഇവിടെ വടി ഇല്ലാണ്ട് കയറണേണ് നല്ല കൈ ഉപയോഗിക്കാം. ഷാസാദേ എന്റെ പൊന്നെ. അങ്ങനെ കയറാനുള്ള വലിയ മലയുടെ നമ്മൾ ഏകദേശം പകുതി ദൂരത്തോളം ആയി. പുൽമേടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുത്തനെയുള്ള പാറയിൽ കൂടെ മേളിലോട്ട് വലിഞ്ഞേറിക്കൊണ്ടിരിക്കുവാണ്. അറിഞ്ഞേട്ടാ എന്താ ചുമന്നോടെ അവിടെ എവിടെ? അയ്യോ അയ്യോ, അവിടെയാണോ? താട്ട് എൻ്റെ ഒന്നും പോയി നിൽക്കല്ലേ. ഞാൻ കാറ്റടിച്ച് പറഞ്ഞതല്ലോ. പറഞ്ഞൊന്നല്ല, ഒന്നാ കാലൊക്കെ വഴുകി നിൽക്കുന്നു. ഫുഡില്ല. പോത്ത് നിൽക്കുന്നുണ്ട്. പോത്ത് ആന കണ്ട്. അത് പാറല്ലല്ലോ. അത് പിടി. ചങ്ങായി വാ, വന്നാ പോത്തിനെ കാണിച്ചു തരാം. വാ. കിട്ടിയോ? അത് 30x ഉണ്ടല്ലോ. അത് നമ്മളങ്ങനെ ഏകദേശം മുകളിൽ എത്താറായി. നമുക്ക് മേൽഭാഗം ഇപ്പോൾ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ എടുക്ക. മാറി എത്തിയില്ലേ? അതാ കേറണ്ടേ. അത് എളുപ്പം. ഇതെന്തുവാ നോക്കിയേ, ഇത് 90 ഡിഗ്രി. ഇതാണോ കയറുന്നേ? അയ്യോ, അല്ല ഗൈഡിനോട് ചോദിക്കണോ വഴി ഇതാണെന്ന്? ആണാ? ആണെന്ന് പറഞ്ഞാ? ഇത് എന്താടാ അന്യായ കയറ്റം. ഓ, അമ്മ. ഈ ലാസ്റ്റ് ഭാഗത്തുമ്പോൾ നല്ല വെർട്ടിയിലായിട്ടൊരു ക്ലൈം ഉണ്ട്. നമ്മളിപ്പോൾ അത് കയറിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ആദ്യം ഈ പീക്കിലോട്ട് കയറാമെന്ന് വിചാരിച്ചു, പിന്നെ അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഏറ്റവും മേളിൽ എത്താറായിരിക്കുന്നു. അവർ രണ്ടുപേരും എത്തി. ഇവരാണ് ആദ്യം എത്തിയത്. ഞാൻ അവിടെ ഉറങ്ങും. ഓ
കൊള്ളാം, ഫുൾ ബട്ടർഫ്ലൈ. ഹായ്. ആ അവിടെ പാറയായിരുന്നല്ലേ. സ്ഥലങ്ങളൊക്കെ പറഞ്ഞതാ. ഇതോ അത് ഞാറനീലി സ്കൂൾ, ആ ഓറഞ്ച് കെട്ടിടം പാലോട്. ആ അതെ. പിന്നെ അതിന് കുറച്ച് മേൾ അപ്പുറം ഒരു ചെറിയ വെള്ള ഷീറ്റ് പോലെ ഒരു കെട്ടിടമുണ്ട്. അതാ ഇത് ഇക്ബാൽ കോളേജ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരും. പിന്നെ ദോ കാണുന്നത് ചിറ്റിപ്പാറ, ഒരു മലയുണ്ട്, മല ചെറിയൊരു ഉരുണ്ട പാറ ഇരിപ്പുണ്ട്. ദോ അങ്ങ് എൻഡിലായിട്ട് വരും. എനിക്ക് കണ്ടു. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടത്തിന് കുറച്ച് മുകളിലായിട്ട് കുഞ്ഞായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് പേപ്പാറ ഡാം. പേപ്പാറ ഡാം. അതിന് ഇപ്പുറം കാണുന്ന കെട്ടിടങ്ങളെല്ലാം വിതുര ഐസറാ. ഐസർ. പിന്നെ അങ്ങൊരു മല കാണുന്നുണ്ട്, ആ മലയാ ബോണക്കാട് മല. പിന്നെ അതിൽ നിന്നും അങ്ങ് എൻ്റെ ഒരു മലയുണ്ട്, പക്ഷെ അതിപ്പം കാണാൻ പറ്റില്ല കോടയായത് കാരണം. അവിടെ അഗസ്ത്യർകൂടം. പിന്നെ അതായത് ഈ താഴെ കാണുന്ന കെട്ടിടമൊക്കെ കല്ലാറ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് വന്നാൽ ദോ കാണുന്നത് പൊന്മുടി ടെലികമ്മ്യൂണിക്കേഷൻ പോലീസിൻ്റെ. പിന്നെ അതിന് കുറച്ച് ഇപ്പുറത്ത് കാണുന്ന വാച്ച് ടവർ. പിന്നെ അവിടെ ഒരു നമുക്ക് വേറൊരു ട്രക്കിംഗ് ഉണ്ട്, സീതാതീർത്ഥം എന്ന് പറഞ്ഞാൽ. അത് ആ മുകളിൽ കാണുന്നത്. അവിടെ ഒരു കുറച്ച് പുൽമേട് ഇരിപ്പുണ്ട് നല്ല തെളിഞ്ഞ്, അതാ സീതാതീർത്ഥം. പിന്നെ ഇത് ആ അതെ തന്നെ, കഫറ്റീരിയയുടെ അതിലെ കൂടെ പോകണം. പിന്നെ ഇപ്പുറം വരുന്നത് പൊന്മുടിയിൽ ISRO. പിന്നെ അവിടെ നിന്ന് KTDC ഗസ്റ്റ് ഹൗസ് ബിൽഡിംഗ് ആണത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന റോഡ്. പിന്നെ അവിടെ കുറച്ച് ചർച്ചും റേഷൻ കടയൊക്കെ ഉണ്ട്. പിന്നെ നീല കെട്ടിടം, അത് തേയില ഫാക്ടറി. അതിന് കുറച്ച് മുകളിലായിട്ട് എൻ്റെ വീട്. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഇതിൻ്റെ മേളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വെളിയിൽ നിന്നുള്ള വ്യൂ. അതുമൊക്കെ ചോര. എടി ഇതെന്ത് വ്യൂ! ആ വെള്ള സോസില് അതിന്റെ ഇടയിൽ കൂടെ മേലിട്ട് സാധനം കാണിക്കണ്ടേ? ഇല്ല അയ്യോ, ഒരു അട്ട പോലെ അടിക്കാത്ത കാൽ എന്റെ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. നിനക്ക് വേണ്ടി കടി നമ്മളെ കൊണ്ട്. അല്ല, എന്നെ കടിച്ചില്ല. എന്നെ ഒരട്ടം കളിച്ചില്ലേ ഗൈസ്. അപ്പോൾ ബൈ ദ വൈ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നോക്ക്, അത് പൊന്മുടിയാണ്. മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് വരയാട് മുട്ട. അവിടെ ഇന്ന് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വരണമെന്ന് വിചാരിച്ചാൽ കുറേ നല്ലതായിട്ട് നോക്കിയിട്ട് ഇപ്പോഴേ ഒന്ന് പറ്റിയത്. എന്തായാലും പോകുന്നതിന് മുമ്പ് വരാൻ പറ്റി. സംഭവം അടിപൊളിയാണ്, നല്ല രസമാണ് വരാനായിട്ട്. പറ്റുന്നവരൊക്കെ വരാൻ നോക്കുക. അപ്പോൾ ഇവിടുന്നുള്ള വ്യൂ ഉണ്ടോ? നീ ഇപ്പൊ ഇങ്ങനെ അലസമായിട്ട് അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ വെരി നാച്ചുറൽ. സിദ്ധാർത്ഥ കാലുവേന ഉണ്ടോ? നടുവേനാണോ നിനക്ക്? അയ്യോ, അടിപൊളിയായിരുന്നു. ലൈക്ക് വെരി വെരി ഗുഡ്. അങ്ങനല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ഓക്കെ. ഞാൻ 4 കിലോമീറ്റർ നമ്മൾ കയറിയുള്ളൂ. പക്ഷേ ഇതൊരു 10-20 കിലോമീറ്റർ കയറിയെന്ന് എനിക്ക് തോന്നി. ആദ്യം ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അത് അത്ര കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലെയിൻ ഏരിയ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാടിൻ്റെ അങ്ങോട്ട് പോയി. അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ മൊത്തം അട്ടയായിരുന്നു. അന്ന് അവിടെ ഇങ്ങനെ നിന്ന് അട്ടേനെ പറക്കാൻ പറ്റൂല. അപ്പോഴത്തേക്കും വേറെ അട്ട കയറും. എന്നിട്ട് ഇങ്ങനെ ഫുൾ ഞാൻ സാനിറ്റൈസർ അടിക്കുന്നു. ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോക്സിൻ്റെ അകത്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അകത്ത് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ കയറ്റം വന്നത്. അത് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് കൈയൊക്കെ പിടിച്ചൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കഴിഞ്ഞു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി കഴിഞ്ഞു. അപ്പോഴാണ് പാറക്കൂടൊക്കെ വണ്ടി വന്നു. അവസാനം ഞാൻ എത്തിയ സ്ഥലമാണ് ഇത്. അങ്ങനെ എല്ലാം ഞാൻ അഗസ്ത്യാർമല എൻ്റെ ആദ്യത്തെ ട്രക്ക് അതവിടെ ഇരുന്നു. പിന്നെ ഉള്ള എല്ലാ മലയെല്ലാം കണ്ട് ഇനി ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ബൈ ഗൈസ്. 2 മൈക്ക് ഫ്രൈ ആവും. അവിടെ നിന്ന് കുറേ നേരം വ്യൂ കണ്ടതിന് ശേഷം പതുക്കെ ആ പീക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പീക്കിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു.
ഉം. അത് പിന്നെ ആ ഷൂവിന് നല്ല ഗ്രിപ്പ് ഉണ്ടാവുന്ന കുഴപ്പമില്ല. എടാ ഇത് ഇവിടെ വെക്കും. ഇവിടെ ചവിട്ട് എവിടെ ഇവിടെ എന്താ ഉള്ളേ? ചവിട്ട് ഉറപ്പിക്കടി. എടാ ഞാൻ ഇപ്പൊ എന്താ ബോഡി ട്വിസ്റ്റ് ആയി. അതെന്ത് തെറ്റ്? ഇറങ്ങില്ല അത് അങ്ങനെ ആണെങ്കിലും ഞാൻ കാല് വെച്ചേ ആണ്. അല്ല എന്താ തിരിഞ്ഞ് കൈ വെച്ച മാറിപ്പോയി. നമ്മളിനി അപ്പുറത്താണെന്ന പീക്കിലോട്ട് പോവാണ്. ഏറ്റവും ദൂരെ കാണുന്നതിന്റെ മേളിൽ കയറാൻ സമയം കിട്ടൂല, തൊട്ടപ്പുറത്താണെന്നതിന്റെ മേളിൽ കയറാൻ പറ്റും. അമ്മാ പോയാനെ. ഇതെന്താ ഇത്? എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ എനിക്ക് പിന്നെ പറ്റുന്നുണ്ടല്ലോ. എടി അർജുൻ ചേട്ടാ ഞാൻ നടന്നു കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ അടുത്താണെങ്കിൽ എനിക്ക് സുഖമാ. അങ്ങനെ ഞാൻ നടന്നു കഴിയുമ്പോൾ നിനക്ക് വഴി ഉണ്ടാവുമല്ലേ? ആ അതെ, പക്ഷെ ദൂരെ പോയ വഴി അടിയും. വേണ്ട, വടി ആവശ്യമുള്ളപ്പോഴൊന്നും അവൻ കൊടുത്തില്ല. അതെ ഇപ്പൊ പുല്ല് മാറ്റാൻ വടി കൊടുക്കും. അവനെ ലോജിക്ക് എന്ന് പറഞ്ഞാല് നിന്നെ ഞാൻ പൊക്കും, അവൻ വടി കുത്തി നടക്കും. എന്താ ലോജിക്? പോ പോ പോ. ഞാൻ വിചാരിച്ചു ആരാ പട്ടാളക്കാരൻ വരുന്നേ. കാട്ടിലെ പട്ടാളക്കാരൻ. അയ്യോ എടാ ഇത് നമ്മളെ ഇച്ചിരി ഇറക്കമുണ്ടോ? ഇവിടെ ഇവിടെ ഇവിടെ. അയ്യോ അയ്യോ കഴ തന്നെ. ഇതെന്താ ജന്തു? എനിക്കറിയില്ലേ ഇയാളെ. എടാ അങ്ങെത്തി. നീ തൂങ്ങി കയറി വരുവാ. അയ്യോ എന്നെ പിടിക്കില്ല. ഒരു ഗ്രിപ്പില്ലാത്ത സ്ഥലം. അവൻ എൻ്റെ ഒന്ന് തൂങ്ങാൻ നോക്കുന്നു. ആ ആര്? നിന്നെ പാപ്പം വിളിക്കുന്നു. തോന്നിക്കുന്നു എൻ്റെ ഇപ്പം തെര പിടിക്കും. വേഗം വേഗം. ഓ സീൻ. അപ്പുറത്ത് ഞാൻ കയറില്ല, എനിക്ക് വെള്ളം തയ്ക്കുന്നു. അപ്പുറത്ത് പോകാൻ പറ്റില്ല. നീ പറ്റില്ല എന്ന് പറഞ്ഞ ഇപ്പൊ പോവും. അതല്ല ദാണ്ട് ചാഞ്ചോട്ടം പോണ്. എടാ നമ്മൾ പോവാണോ? നമുക്ക് തിരിച്ചല്ല. പക്ഷെ അതിൻ്റെ മണ്ടൊരു അടിപൊളിയായിരിക്കും, കാരണം ഏറ്റവും പൊക്കമുള്ള അതാ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം എന്തോ അതിൻ്റെ മേളിൽ കയറി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിൻ്റെ മേളിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മൾ കൂടെ വന്നൊരു അവിടെ നിൽപ്പുണ്ട് കണ്ടോ, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. സംഭവം ഒരു അടിപൊളി ട്രക്കിംഗ് ആണ്. പറ്റുന്നവരൊക്കെ വരാൻ നോക്കുക, ഒരു രക്ഷയില്ല. ഇനി തിരിച്ചു പോകുമ്പോഴും സേഫായിട്ട് പോകാൻ പറ്റും. മൃഗങ്ങളൊന്നും കാണാൻ പറ്റാതിരുന്നാൽ തിരിച്ച് സേഫായിട്ട് എത്താം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് സ്ഥലമൊക്കെ കാണിച്ച് നമുക്ക് അതൊക്കെ തിരിച്ചു പോകാം. നീ പറഞ്ഞാലോ ഓട്ടം നോടി നോക്കിയതാ, താണ്ട കിടക്കും. അത് അർജുനായിട്ടൊരു പാവമാ. അതുകൊണ്ടല്ല ഞാൻ മനസ്സിലായാലും എന്നെ കൊണ്ടുപോലേ പ്ലീസ്. ഇപ്പൊ രണ്ടെണ്ണോട് ഇവിടെ കിടന്നേനെ. രണ്ടിനെയും പൊക്കണ്ട്. അങ്ങനെ നമ്മൾ എൻ്റെ മേൽഭാഗത്ത് കുറേ നേരം നിന്ന് മൊത്തം കണ്ടതിന് ശേഷം താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ തിരിച്ച് താഴോട്ട് പോവാണ്. തിരിച്ചിറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണം, നല്ല കുത്തിനുള്ള ഇറക്കമാണ്. അപ്പോൾ തെന്നി വീഴാനും കുഴി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓ നീ അവിടെ എത്തി. വലിയ കാര്യം. ഇറങ്ങുമ്പോൾ നല്ല രസമുണ്ട്. നോക്ക് കുത്തനെ താഴോട്ട് നോക്ക്. ഇത് കുറച്ചും കൂടി സെറ്റ്.
വാ 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 ഗൈസ് നമ്മൾ ദോ അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങിയത് ഇവിടം വരെ ഓടി എത്തി. ഇറങ്ങി സിമ്പിൾ അയ്യോ ഹലോ അയ്യോ നമ്മളങ്ങനെ അതിലേക്കൂടെ ഓടിപ്പിടിച്ച് താഴെ എത്തി. ഇതോ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ആ നിങ്ങൾ കുത്തനെ നീ ഇല്ലെങ്കിൽ അടിക്കരുത് കേട്ടാ. ഇറങ്ങിയതാ ഇവിടെ എടാ തീരും അതിന്റെ ഇടയിൽ കൂടെ പോകാനുള്ളപ്പോ എനിക്ക് എത്ര വേണം? ഓടിയാ മതി. ലാസ്റ്റ് എങ്ങനെ അടിച്ചു കളഞ്ഞായി. ഇറക്കം അടിപൊളിയായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ ഓടിപ്പിടിച്ചൊക്കെ വന്നയാ. മൊത്തം അട്ടയാണ്. കടിനാൻ തരാം പഴ നിൽക്കോടുന്ന്. എടുത്തോണ്ട് പോടാ. കടി അർജുൻ ചേട്ടൻ ഇതാ തിന്നുവാ. അല്ല അതെ നീ നശിപ്പിക്കല്ലേ എന്നെ. ഇച്ചിരി ഉള്ളു. അത് അടിച്ച നാറൊക്കെ വരട്ടോ. അത് തിന്നാ അത് തിന്നോ പാപ്പൻ. എനർജി കഴിക്കാലോ. വെള്ളം കൊണ്ടുവാ വെള്ളം. ത്രോ ഒരു സൈഡ് ചീത്തയാന്ന് തോന്നുന്നു. അത് നോക്കിയിട്ട് തിന്നു. അയ്യോ കുത്തൊന്നും ഇല്ല. നമ്മൾ അതൊക്കെ കേറി വെച്ചാ സംഭവം തന്നെ. നമ്മൾ അതിലേക്കൂടെ ഫുള്ള് മേളിൽ കയറി കിടില തന്നെ. അതാ മലഞ്ചെരുവ് കൂടെ സൈഡിൽ കൂടെ അതാ. അയ്യോ കാല് നോക്ക്, കവളച്ചെരുപ്പ്. ഹോഴ്സ് റൈഡ് കോളം വീശി കാണും. എടാ എനിക്ക് ഹോഴ്സ് റൈഡ് പോകണം. ഞാനുണ്ട്. അല്ലല്ല അയ്യോ അതുണ്ടല്ലോ, ഞാൻ കോവളം ബീച്ചിൽ പോയതാ. ആ ഹോഴ്സ് ഇങ്ങനെ പതുക്കെ കുണുങ്ങി അതൊന്നും പോരാ. നമ്മൾ മറ്റേ ഒരു വീഡിയോ ഇല്ലേ മറ്റേ ടൂടുരുട്ട് ആ വീഡിയോ ഉണ്ടല്ലേ നിങ്ങൾ? നമ്മളങ്ങനെ ഫൈനലി തിരിച്ച് വണ്ടി വെച്ച സ്ഥലത്തെത്തി. വണ്ടി പോയിരിക്കുന്നു. ഓ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് താഴെ കഞ്ഞിയും പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. വ്ളോഗ് അവസാനിക്കുന്നില്ല, കുറച്ചും കൂടെ നേരം കാണുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കല്ലാർ പൊന്മുടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ ഒരു സൈഡിൽ ചെറിയൊരു കുടിൽ പോലത്തെ സെറ്റപ്പിൽ നമുക്ക് കഞ്ഞിയും പേരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് നേരെ പോയതൊക്കെ എടുത്ത് കഴിച്ചു. നല്ല വിഷം തരുന്നതുകൊണ്ട് ഇഷ്ടം പോലെ കഴിച്ചു. പയറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടം പോലെ വാരി കോരി കഴിച്ചത്. ആ ചട്ടി നിറച്ചുണ്ടായിരുന്നു. നല്ല അടിപൊളി കഞ്ഞിയും പയറും അച്ചാറും. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഇതുപോലെ അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ.